ഹരി ഓം തത്സത്. എല്ലാവർക്കും നവരാത്രി ആശംസകൾ. കേരളത്തിലെ ഭൂരിഭാഗം ദേവീഭക്തർക്കും ഭഗവാൻ ശ്രീകൃഷ്ണൻ അർജുനന് ഉപദേശിച്ചു കൊടുത്ത ശക്തി ആരാധനാ സമ്പ്രദായം കാര്യമായി അറിയാത്തതുകൊണ്ട് ശ്രീകൃഷ്ണൻ ഉപദേശിച്ച ശാക്തേയമാർഗം എന്താണെന്ന് നമുക്ക് പരിശോധിക്കാം. ശ്രീകൃഷ്ണൻ്റെ ഭക്തർക്ക് ദേവി ഉപാസനയെക്കുറിച്ചോ ദേവി ഉപാസകർക്ക് ശ്രീകൃഷ്ണനെക്കുറിച്ചോ ഭഗവത്ഗീതയെക്കുറിച്ചോ പരസ്പരം കാര്യമായ അറിവില്ല എന്നുള്ളതാണ് വാസ്തവം. ഭാരതത്തിൻ്റെയും ലോകത്തിൻ്റെയും എക്കാലത്തെയും ജഗദ്ഗുരു ശ്രീകൃഷ്ണൻ മാത്രമാണ്. വിദേശ രാജ്യങ്ങളിലെ പ്രതിനിധികൾക്ക് ഇന്ത്യൻ പ്രധാനമന്ത്രിയോ മറ്റ് മന്ത്രിമാരോ ഭാരതത്തിൻ്റെ ആത്മീയ സന്ദേശമായി നൽകുന്നത് ഭഗവത്ഗീതയാണ്. ഭാരതത്തിൻ്റെ മറ്റ് ആത്മീയ ഗ്രന്ഥങ്ങൾ ഭഗവത്ഗീതയെ പോലെ ഇന്ത്യൻ ഡിപ്ലോമസിക്ക് അത്ര പര്യാപ്തമല്ല. ഈശ്വരൻ്റെ പൂർണ്ണാവതാരമായ ശ്രീകൃഷ്ണനെ അറിയാത്ത ഒരു വിദ്യയും ഈ പ്രപഞ്ചത്തിലില്ല. ഭഗവാൻ കൃഷ്ണൻ യോഗശാസ്ത്രത്തിൻ്റെ ചക്രവർത്തിയും ശക്തി ആരാധനയുടെ മഹാഗുരുവുമാണ്. വൃന്ദാവനത്തിലെ കന്യകമാരായ ഗോപികമാർക്ക് കാത്യായനി വ്രതവും പൂജയും ഉപാസനയും ഉപദേശിച്ചു നൽകിയത് ഭഗവാൻ ശ്രീകൃഷ്ണനാണ്. അങ്ങനെ കാർത്യായനി ദേവിയുടെ അനുഗ്രഹത്താൽ ഗോപികമാർ ശ്രീകൃഷ്ണനെ സാക്ഷാത്കരിച്ച് സായുജ്യമടഞ്ഞ് പുണ്യവതികളായി തീർന്നു. വൃന്ദാവനത്തിലെ ഗോപികമാരെ പോലെ ഓരോ വീട്ടിലെയും പെൺകുട്ടികൾ 12 വയസ്സ് മുതൽ ശ്രീകൃഷ്ണനെ മനസ്സിൽ ധ്യാനിച്ച് കാത്യായനി മന്ത്രം 1728 തവണ നിത്യവും ജപിച്ചാൽ സർവകാര്യ വിജയം നേടി അവരുടെ ഭാവി ജീവിതം ശുഭകരമായി തീരും. മഹാഭാരത യുദ്ധം തുടങ്ങുന്നതിന് മുമ്പ് സകല തടസ്സങ്ങളും മാറി യുദ്ധം ജയിക്കുവാനും ശത്രു നാശത്തിനും വേണ്ടി ഭഗവാൻ കൃഷ്ണൻ തൻ്റെ പ്രിയപ്പെട്ട ശിഷ്യനായ അർജുനനെ പുരാതനവും പവിത്രവും അപൂർവവും അനശ്വരവുമായ ക്രിയായോഗയും ശക്തി വിദ്യാദീക്ഷയും നൽകി ദുർഗാദേവിയെ സ്തുതിക്കുവാൻ ആവശ്യപ്പെട്ടു. ഗുരുവായ ശ്രീകൃഷ്ണൻ്റെ അനുഗ്രഹത്താലും നിർദ്ദേശത്താലും അർജുനൻ ദുർഗാദേവിയെ സ്തുതിച്ചു. ദുർഗാ പരമേശ്വരി ആകാശത്ത് ശ്രീകൃഷ്ണൻ്റെയും അർജുനൻ്റെയും മുമ്പിൽ പ്രത്യക്ഷപ്പെടുകയും പരിശുദ്ധ ഹൃദയനായ അർജുനനെ മഹാഭാരത യുദ്ധത്തിൽ വിജയിക്കുവാനും മഹാകീർത്തിമാനാവാനും അനുഗ്രഹിച്ച് അപ്രത്യക്ഷയായി. മഹാഭാരതം ഭീഷ്മപർവത്തിൽ ഗീതോപദേശത്തിന് മുമ്പുള്ള ഈ സ്തോത്രം ഭഗവാൻ ശ്രീകൃഷ്ണൻ എൻ്റെ ധ്യാനത്തിൽ എന്നോട് ഗോപ്യമായി പറഞ്ഞതാണ്. ഈ നവരാത്രി കാലത്ത് ശ്രീകൃഷ്ണൻ്റെ നിർദ്ദേശമനുസരിച്ച് കേരളത്തിൽ ആദ്യമായി എല്ലാ ദേവീഭക്തരോടും ഈ ദിവ്യ സ്തോത്രത്തിൻ്റെ മഹിമയെക്കുറിച്ച് അറിയിക്കാൻ പറഞ്ഞതുകൊണ്ട് ഈ സന്ദർഭത്തിൽ എല്ലാവരോടും വിനയപൂർവ്വം അറിയിച്ചുകൊള്ളുന്നു. നമസ്തേ സിദ്ധസേനാനി എന്ന് തുടങ്ങുന്ന ഈ സ്തോത്രത്താൽ നിത്യവും രാവിലെ ദുർഗാദേവിയെ സ്തുതിച്ചാൽ സകല ആപത്തുകളും തടസ്സങ്ങളും നീങ്ങി സർവകാര്യ വിജയം ഉണ്ടാകും എന്നുള്ള കാര്യം സുനിശ്ചയമാണ്. ദേവിയെ സംബന്ധിച്ച ഗ്രന്ഥങ്ങളിലും സ്തോത്രങ്ങളിലുമെല്ലാം ദേവിയുടെ സാന്നിധ്യം നമ്മുടെ ശരീരത്തിലെ സ്പൈനിലും ബ്രെയിനിലുമാണെന്നും അഥവാ ഷഡാധാര ചക്രങ്ങളിലും സഹസ്രാരത്തിലുമാണെന്നും നമുക്ക് അറിയാൻ സാധിക്കും. ഉദാഹരണത്തിന് ശ്രീവിദ്യാമന്ത്രത്തിന് 3 കൂടങ്ങളുണ്ട്: വാഗ്ഭവകൂടം, കാമരാജകൂടം, ശക്തികൂടം. ഈ 3 കൂടങ്ങളും നമ്മുടെ ശരീരത്തിലെ സുഷുമ്നാ നാഡിയിലെ ഷഡാധാര ചക്രങ്ങളിലും സഹസ്രാരത്തിലുമാണ് സ്ഥിതി ചെയ്യുന്നത്. ഒരു യോഗിക്ക്, പ്രത്യേകിച്ച് ക്രിയായോഗിക്ക് മാത്രമേ ദേവിയുടെ ഏത് മന്ത്രങ്ങളെയും സൂക്ഷ്മമായി ഭക്തിയോടെ ഷഡാധാരങ്ങളിലൂടെ സാക്ഷാത്കരിക്കാൻ സാധിക്കുകയുള്ളൂ. മറ്റുള്ളവർക്ക് സാധ്യമല്ല, യാതൊരു സംശയവും വേണ്ട. കാരണം എല്ലാ മന്ത്രങ്ങളുടെയും ഫലസിദ്ധി അഥവാ ദർശന സൗഭാഗ്യം ജപത്തോടൊപ്പമുള്ള യോഗ ധ്യാനങ്ങളിലൂടെ മാത്രമേ സാധ്യമാവുകയുള്ളൂ. ജഗദ്ഗുരു ശ്രീകൃഷ്ണൻ്റെ അനുഗ്രഹമില്ലാതെ മാതാ പരമേശ്വരിയുടെ ദർശന സൗഭാഗ്യം എളുപ്പം സാധ്യമല്ല. ഭഗവാൻ കൃഷ്ണൻ്റെ അനുഗ്രഹത്താൽ അനേകം ദേവീ ദർശനം ലഭിച്ചിട്ടുള്ള ഒരു ഭക്തൻ എന്ന നിലയിൽ ഞാനിവിടെ പറയുന്ന കാര്യങ്ങൾ വേറെ എവിടെയും കേൾക്കാൻ സാധ്യത കുറവാണ്. എല്ലാ ദൈവിക അനുഭവങ്ങളെയും ജഗദംബികയുടെ തൃപ്പാദങ്ങളിൽ സമർപ്പിച്ചുകൊണ്ട് നിങ്ങളുടെ ഏത് ആത്മീയ സംശയങ്ങൾക്കും ക്രിയായോഗയെക്കുറിച്ചോ ശക്തി ഉപാസനയെക്കുറിച്ചോ അറിയുവാൻ ഇതിൽ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക. നമസ്തേ സിദ്ധസേനാനി ആര്യേ മന്ദരവാസിനി കുമാരി കാളികാഭാരി കപിലേ കൃഷ്ണപിംഗളേ ഭദ്രകാളി നമസ്തുഭ്യം മഹാകാളി നമോസ്തുതേ ഭദ്രകാളി നമസ്തുഭ്യം മഹാകാളി നമോസ്തുതേ.